യൂട്യൂബിൽ എൻ്റെ അടുത്ത് യൂട്യൂബിലൂടെ കുറച്ച് പേര് ചോദിച്ച ഒരു കമൻസ് ആണ് കേട്ടോ. കുറച്ച് പേര് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ തരണമെന്ന് തോന്നി. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് അങ്ങനെ ഇൻകം ഒന്നും വരുന്നില്ല. എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ബേസിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ ഒരു ബേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യം സ്കിൻ കെയർ റൂട്ടീനും അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് കാലം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ ഈ പട്ടിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ്, ഞാൻ ഇടുന്ന വീഡിയോസിൽ എത്രത്തോളം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ സ്കിൻ കെയർ ആണ് ഈ വീഡിയോസ് ഇടുന്നത്. കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരും പറഞ്ഞ കാര്യങ്ങൾ ഞാനെടുത്ത് വീഡിയോസിൽ ഇടാറില്ല. എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്ത് ഒരു 1 month 2 months യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ റിവ്യൂസ് പറയാറുള്ളൂ. അല്ലാതെ ഞാൻ റിവ്യൂസ് പറയാറില്ല. ഞാൻ ഇടുന്ന വീഡിയോസിൽ എത്രത്തോളം വ്യൂസ് ഉണ്ടെന്നും എത്രത്തോളം ഇൻകം വരുന്നുണ്ടെന്നും ആ കാണുന്നവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് കാശുണ്ടാക്കിയേനെ. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാനും മിഡിൽ ക്ലാസ് സാധാരണ ലൈഫ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എന്നോടത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് റിപ്ലൈ തരണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ പലർക്കും പല വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒത്തിരി വ്യൂസ് ഉള്ളവർക്ക് ആ രീതിയിലുള്ള ഇൻകം കിട്ടുന്നുണ്ടാവും. പക്ഷേ എല്ലാവർക്കും അതുപോലെ അല്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഇടുന്ന വീഡിയോസിൽ 1-2 വീഡിയോസ്, കുറച്ച് വീഡിയോസ് മാത്രമേ ഒരു 25 minutes എബവ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു 2-2.5 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. അതിൽ എത്ര വ്യൂസ് ഉണ്ടെന്നും പലർക്കും അറിയാം. അപ്പോൾ അതിൽ എത്രത്തോളം ഇൻകം കിട്ടും, പിന്നെ എങ്ങനെയാണ് പറ്റിച്ച് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ പറഞ്ഞു. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതും കൂടുതലും വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഡെഫിനറ്റായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇല്ലാതെ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, ഇന്നത് ഞാൻ യൂസ് ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോസ് കാണുക, നിർബന്ധിക്കുന്നില്ല. കുറച്ച് പേരെങ്കിലും ഫോളോവേഴ്സ് ഉണ്ട്, കാണുന്നവരുണ്ട്. അവരെൻ്റെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഇന്ന കാര്യങ്ങൾ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ പറയാറുണ്ട്. എനിക്ക് ഇന്ന കാര്യങ്ങൾ മാത്രമേ അറിയാവൂ, ബാക്കി അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എന്നും പറയാറുണ്ട്. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്, ദേവ്സ് യൂട്യൂബ് വേൾഡ്. അത് പലർക്കും അറിയാം. എൻ്റെ പ്രൊഫഷൻ ബേസ് വരുന്നത് ഞാനൊരു ലോയറാണ്. ഇതും അറിയാം. അപ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയണേന്ന് പറഞ്ഞതുകൊണ്ടാണ്. എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. അതും പറഞ്ഞിട്ടുണ്ട്. ഇത്രയല്ലേ വരുന്നുള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പക്ഷേ കളർ സെൻസ് കുറച്ച് ഉണ്ട്. ടോപ്പിൻ്റെ കളർ ഒന്നാണ്, ഷോളിൻ്റെ കളർ ഒന്നാണ്. എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഒരേ കളറുള്ള ഡ്രസ്സ് എനിക്കിഷ്ടമില്ല. എന്ന് വെച്ചാൽ കാണുമ്പോൾ 3 കളേഴ്സ്, പാൻറ് ഒരു കളറായിരിക്കണം, അതുപോലെ തന്നെ ടോപ്പ് ഒരു കളറായിരിക്കണം, ഷോൾ ഒരു കളറായിരിക്കണം. ഇത് 3 ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അതല്ലേ നല്ലത്? ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അത് തീരെ വൾഗറായി പോരുത്. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമില്ല. കാരണം അവരങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് അതേ രീതിയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെയല്ല. നല്ല രീതിയിൽ